കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ 12 വയസ്സുകാരിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. കുട്ടിയെ ഇന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയേക്കും. ഇതിന് മുന്നോടിയായി ശിശുക്ഷേമ സമിതിക്ക് മുന്നിലും പെൺകുട്ടിയെ ഹാജരാക്കും. പെൺകുട്ടിയെ ഇനി വിശദമായി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിഗമനത്തിലേക്കാണ് പോലീസും എത്തിയിരിക്കുന്നത്. കെ വി ബൈജു ചേരുന്നു. ബൈജു, ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരു 12 വയസ്സുകാരിയാണ് ഇതിൽ പ്രതിയാവുന്നത്. സ്വാഭാവികമായും ഇനിയുള്ള പോലീസ് നടപടികളൊക്കെ വളരെ കരുതലിലാവാം. എന്താണ് പോലീസിന്റെ നീക്കം, ബൈജു? തീർച്ചയായും സഹിത ഇന്നലെ വലിയ ചർച്ചയായ ഒരു സംഭവമാണ് പാപ്പിനിശ്ശേരിയിലെ മുത്തു അക്കമ്മാൽ ദമ്പതികളുടെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ ആ കേസിലാണിപ്പോൾ 12 വയസ്സുകാരിയെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് മുമ്പിൽ കൂടി ഹാജരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഏതായാലും ഈ കുട്ടി ഈ കൃത്യമായി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതായത് തനിക്ക് കിട്ടേണ്ട സ്നേഹം പകുത്തു പോകുമോ എന്ന ഒരു ആശങ്കയിൽ ആ ഒരു വൈരാഗ്യമായി മാറുകയും പിന്നീട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ 12 വയസ്സുകാരി തന്നെയാണ് വീട്ടുകാരെ കുട്ടിയെ കാണാതായ വിവരവും പറയുന്നത്. പിന്നീട് വലിയ തോതിൽ തിരച്ചിൽ നടത്തിയതിനു ശേഷം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. പോലീസ് പ്രത്യേക സംഘമായി അന്വേഷിച്ച് ഏറ്റവും ഒടുവിൽ ഈ 12 വയസ്സുകാരിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും വലിയ നടുക്കം ഉണ്ടായ ഒരു സംഭവം തന്നെയാണിത്. ഈ കേസിലാണ് ഇപ്പോൾ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് ഇന്ന് മാറ്റുന്നത്. അതാണ്, വളരെ കരുതലാണ് പോലീസിന്റെ അന്വേഷണം. 12 വയസ്സുകാരിയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന.